പി വി അൻവറിന്റെ പരാതിയിൽ ADGP MR അജിത് കുമാറിന്റെ മൊഴി അല്പസമയത്തിനകം രേഖപ്പെടുത്തും. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് നേരിട്ടാണ് മൊഴി രേഖപ്പെടുത്തുക. DGP നേരിട്ട് മൊഴിയെടുക്കണമെന്നാവശ്യപ്പെട്ട് MR അജിത് കുമാർ നേരത്തെ കത്ത് നൽകിയിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസിന്റെ അന്വേഷണം വേണം എന്നാണ് DGPയുടെ ശുപാർശ. വിഷയത്തിൽ മുഖ്യമന്ത്രി ഇന്ന് അന്തിമ തീരുമാനമെടുത്തേക്കും. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറൊപ്പം തന്നെ കോഴിക്കോട്ട് നിന്ന് ദീപക് ധർമ്മടം എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ഷഫീദ് റാവുത്തറിലേക്കാണ്. ഷഫീദ്, 10:30 മൊഴി രേഖപ്പെടുത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ADGP പോലീസ് ആസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ? DGP നേരിട്ട് മൊഴിയെടുക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മറ്റുള്ളവരൊക്കെ തൻ്റെ കീഴുദ്യോഗസ്ഥരാണ്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലെ മറ്റുള്ളവർ കീഴുദ്യോഗസ്ഥരാണ് എന്നുള്ള കാര്യമൊക്കെ ADGP ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നടപടികളിലേക്ക് എപ്പോൾ കടക്കും ഷഫീദ്? റിജിത്ത്, 10:30 ശേഷം ADGP MR അജിത് കുമാറിന്റെ മൊഴി DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് തന്നെ നേരിട്ട് രേഖപ്പെടുത്തും എന്നുള്ളതാണ് നിലവിലിപ്പോൾ നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ കഴിയുന്ന വിവരം. കാരണം ഇതുമായി ബന്ധപ്പെട്ട ADGP MR അജിത് കുമാർ തന്നെ ഒരു കത്ത് നൽകിയിരുന്നു. പ്രത്യേകിച്ച് DGP തന്നെ മൊഴി നേരിട്ടെടുക്കണം. മാത്രവുമല്ല, മൊഴി ചിത്രീകരിക്കുന്നതടക്കം ദൃശ്യങ്ങൾ പകർത്തണം. കാരണം അത് കോടതിയിലടക്കം പിന്നീട് റെലവൻ്റ് ആകുന്ന കാര്യമാണ്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ നടത്തണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് MR അജിത് കുമാർ ഒരു കത്ത് നൽകിയിരുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ ആവശ്യം ഇപ്പോൾ DGP അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയം മുൻപ് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് പോലീസ് ആസ്ഥാനത്തെത്തി. ഉടൻ തന്നെ ഈ മൊഴിയെടുക്കൽ നീക്കം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. PV അൻവർ നൽകിയ പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം തൃശൂർ റേഞ്ച് DIG PV അൻവറിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിലെ കാര്യങ്ങൾ ഓരോന്നോരോന്നായി അത് പരിശോധിച്ച് വരികയാണ് പോലീസ് ആസ്ഥാനത്ത് DGPയും ഉന്നതതല അന്വേഷണ സംഘവും. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് MR അജിത് കുമാറിന്റെ മൊഴിയെടുക്കുന്നത്. അതേസമയം അതിനുശേഷം PV അൻവറിന്റെ ആരോപണത്തിൽ അല്ലെങ്കിൽ ആ പരാതിയിൽ മൊഴിയെടുത്തതിനു ശേഷം ADGP MR അജിത് കുമാറും ഒരു പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിലും മൊഴിയെടുപ്പുണ്ടാകും. നിലവിൽ കഴിഞ്ഞ ദിവസം ഈ PV അൻവറിന്റെ മൊഴി പരിശോധിച്ച DGP ഈ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാരിന് ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാരിന് ശുപാർശ നൽകിയിരുന്നു. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന വിവരം PV അൻവർ ഉന്നയിച്ച പരാതിയിൽ അല്ലെങ്കിൽ PV അൻവർ നൽകിയ പരാതിയിൽ അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കവടിയാറിലെ വീട്, മാത്രമല്ല ബന്ധുക്കളുടെ മറവിൽ അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള ആരോപണം PV അൻവർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അക്കാര്യം വിജിലൻസ് അന്വേഷിക്കണം എന്നുള്ളതാണ് ആവശ്യം. അത് DGP ശുപാർശയായി സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. ആ ശുപാർശ ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി സർക്കാർ മുഖ്യമന്ത്രി ആഭ്യന്തര സെക്രട്ടറി വഴി വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറും എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ADGP MR അജിത് കുമാറിനെതിരെ 2 തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കും. 2 DGPമാരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കും. അതിലൊന്ന് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം, രണ്ടാമത്തേതാകട്ടെ വിജിലൻസ് DGP ആയിട്ടുള്ള യോഗേഷ് ഗുപ്തയുടെ നേതൃത്വത്തിലും ഒരു അന്വേഷണം നടക്കുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പോലീസ് ആസ്ഥാനത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ പോലീസ് ആസ്ഥാനത്ത് അല്പസമയം മുൻപ് സംസ്ഥാന പോലീസ് മേധാവി എത്തി. 10:30 ADGP എത്തും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹം തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം മുതൽ ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനുശേഷം കാര്യമായി പോലീസ് ആസ്ഥാനത്തേക്ക് വന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് പേരൂർക്കട ക്യാമ്പിലാണ്. അദ്ദേഹത്തിന്റെ ബറ്റാലിയന്റെ ചുമതല കൂടിയുണ്ട്. ഏതായാലും PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് ഗുരുതരമാണ്, വളരെ ഗുരുതരമാണ്. മാത്രവുമല്ല, അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടൊരു വിവരമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ആരോപണങ്ങളുടെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ DGP നൽകുന്ന റിപ്പോർട്ടിൽ ADGP MR അജിത് കുമാറിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കമുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും വലിയ തിരിച്ചടിയാകും. അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിലുള്ള നടപടിയിലേക്ക് കടക്കുമെന്നുള്ളതും നോക്കിക്കാണണം. മാത്രവുമല്ല, ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അത് വലിയ വിവാദമായിരുന്നു. അക്കാര്യവും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ഏതായാലും ആ നീക്കങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂട്ടി വായിക്കേണ്ടി വരും. ഏതായാലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഉന്നതതല സമിതിയുടെ നേതൃത്വത്തിൽ അല്പസമയത്തിനുള്ളിൽ മൊഴിയെടുക്കലിലേക്ക് കടക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഷഫീദ്, PV അൻവർ ഒരു ആരോപണ പരമ്പര തന്നെ ADGP MR അജിത് കുമാറിന് നേരെ ഉയർത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഗൗരവമായ ആരോപണങ്ങൾ. അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ നമുക്കറിയാം. അതിനിടയിൽ ഒരു വിജിലൻസ് അന്വേഷണത്തിനുള്ള ഒരു സാധ്യത കൂടി തെളിയുന്നുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. DGP അത് സംബന്ധിച്ച് ഒരു ശുപാർശ നൽകിയിട്ടുണ്ട്. ഈ അനധികൃത സ്വത്ത് സമ്പാദനത്തിൻ്റെ കാര്യത്തിൽ പ്രാഥമികമായി വിലയിരുത്തിയതിനു ശേഷം അതല്പം കൂടി ഗൗരവത്തോടു കൂടി അന്വേഷിക്കേണ്ടതുണ്ട് എന്ന നിലപാടിൽ വിജിലൻസിന് കൈമാറണമെന്നുള്ള ശുപാർശയാണോ, അതോ അന്വേഷിക്കേണ്ടത് വിജിലൻസ് ആണ്, അതുകൊണ്ട് വിജിലൻസ് അന്വേഷിക്കട്ടെ എന്ന നിലപാടിലേക്കാണോ DGP പോയത് ഷഫീദ്? അക്കാര്യത്തിൽ ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു ശുപാർശ അത് സംസ്ഥാന
മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ളത്. അതായത് ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം തുടങ്ങി അൻവർ മൊഴി നൽകിയ 5 കാര്യങ്ങളിലാണ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. DGP സർക്കാർ നൽകിയിരിക്കുന്ന ശുപാർശ വിജിലൻസിന് ഉടൻ തന്നെ കൈമാറും എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മറ്റാരോപണങ്ങൾ മറ്റാരോപണങ്ങൾ അന്വേഷിച്ച DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് അജിത് കുമാറിൽ നിന്ന് മൊഴിയെടുക്കുമ്പോൾ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരുത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് ആസ്ഥാനത്തേക്ക് പോകുന്നുണ്ട്. ഇത് നിർണായകമായ 2 കാര്യങ്ങൾ പോലീസ് ആസ്ഥാനത്ത് നടക്കുന്നു. ഇതിൽ ഒന്നാമത്തെ കാര്യം ADGP MR അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തലാണെങ്കിൽ, രണ്ടാമത്തെ കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗമാണ്. അങ്ങനെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് പോലീസ് ആസ്ഥാനത്ത് നടക്കുന്നുണ്ട്. നമുക്ക് പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് വരുന്നത്. ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം, MR അജിത് കുമാറിനെതിരെ ഈ മൊഴിയെടുക്കലിൽ ഏതെങ്കിലും തരത്തിലൊരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ സ്വാഭാവികമായും അതും വലിയ തരത്തിൽ ചർച്ചയാകുന്ന ഒരു വിഷയമായിരിക്കും. മാത്രവുമല്ല, ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിനടക്കം ശുപാർശ ചെയ്തൊരു സാഹചര്യത്തിൽ ആ നീക്കവും ശ്രദ്ധേയമാകും. മുഖ്യമന്ത്രി ഇന്നലെ LDF യോഗത്തിലടക്കം MR അജിത് കുമാറിനെ കൈവിടാതെയുള്ള ഒരു നിലപാടെടുക്കുമ്പോൾ ഈ വിജിലൻസ് അന്വേഷണം എന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട്, അത് പ്രത്യേകിച്ച് DGP തന്നെ ഒരു ശുപാർശ നൽകുമ്പോൾ ആ ശുപാർശയെ എങ്ങനെ സർക്കാർ കൈകാര്യം ചെയ്യും എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, സമാനമായി തന്നെ ഇപ്പോൾ നടക്കുന്ന ഉന്നതതല സമിതി, DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയുടെ തുടർ നീക്കങ്ങളാണ്. PV അൻവറിന്റെ മൊഴി രേഖപ്പെടുത്തിയത് 1ാം ഘട്ടമാണെങ്കിൽ, 2ാം ഘട്ടം അത് MR അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തലാണ്. അതിൽ MR അജിത് കുമാർ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് അംഗീകരിച്ചുകൊണ്ടുള്ളൊരു മൊഴിയെടുക്കലിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. DGP നേരിട്ട് മൊഴിയെടുക്കണം എന്നുള്ളത് അത് MR അജിത് കുമാറിന്റെ ആവശ്യമായിരുന്നു. അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ച് കത്തുകൂടി നൽകി. മാത്രമല്ല, ഇത് വീഡിയോ ചിത്രീകരിക്കുമ്പോൾ അക്കാര്യത്തിലും MR അജിത് കുമാർ ഒരു വലിയ സാധ്യതകൾ കാണുന്നുണ്ട്. അദ്ദേഹം ആ നടപടികൾ ആ രീതിയിൽ തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാകാം വീഡിയോ ചിത്രീകരണം അടക്കമുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതും അതിപ്പോൾ ഉറപ്പാക്കിയിട്ടുള്ളതും. ഏതായാലും നിർണായകമായിട്ടുള്ള മൊഴിയെടുപ്പിന് കുറച്ചു നേരം കൂടി കാത്തിരുന്നാൽ മതിയാകും. 10:30 ശേഷം പോലീസ് ആസ്ഥാനത്ത് മൊഴിയെടുക്കും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. PV അൻവർ നൽകിയ പരാതിയിൽ ADGP MR അജിത് കുമാറിന്റെ മൊഴിയെടുക്കാൻ പോകുന്നു DGP തന്നെ നേരിട്ട് മൊഴിയെടുക്കണം എന്നുള്ള ആവശ്യം ADGP മുന്നോട്ട് വെച്ചിരുന്നു. മറ്റുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ തൻ്റെ കീഴുദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് DGP തന്നെ നേരിട്ട് മൊഴിയെടുക്കണം എന്നുള്ള ആവശ്യം, ഒപ്പം തന്നെ ഈ മൊഴിയെടുക്കൽ വീഡിയോയിൽ ചിത്രീകരിക്കണം എന്നുള്ള ആവശ്യം ADGP MR അജിത് കുമാർ മുന്നോട്ട് വെച്ചിരുന്നു. അല്പസമയത്തിനകം തന്നെ അവിടെ മൊഴിയെടുക്കൽ ആരംഭിക്കും. അതിനിടയിലാണ് DGPയുടെ ശുപാർശ, അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ADGPക്കെതിരായി ഉയർന്ന ആരോപണത്തിൽ വിജിലൻസിൻ്റെ അന്വേഷണം വേണം എന്നുള്ള ശുപാർശ മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കും എന്നുള്ള കാര്യം എല്ലാവരും ഉറ്റുനോക്കുകയുമാണ്. ദീപക് ധർമ്മടം കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. ദീപക്, ഈ PV അൻവറിൻ്റെ പരാതി പോലെ തന്നെ ADGPയുടെ ഒരു പരാതിയും DGPക്ക് മുമ്പിലുണ്ട്. അതിൽ എത്രത്തോളം വിശദമായ പരിശോധനയിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കും? DGPയുടെ അന്വേഷണ സംഘത്തിൻ്റെയൊക്കെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? ലഭ്യമാകുന്ന സൂചനകൾ എങ്ങനെ, ദീപക്? റീജിത്ത്, ഇന്ന് ADGPയുടെ മൊഴിയെടുക്കും എന്നുള്ളത് കാലത്ത് 24 ആണ് ബ്രേക്ക് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, DGP തന്നെ മൊഴിയെടുക്കണം എന്ന നിലപാട് ADGP MR അജിത് കുമാർ രേഖാമൂലം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് നമുക്കറിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിക്ക് നൽകുന്ന പരാതി, ആ പരാതി മുഖ്യമന്ത്രി DGPക്ക് നൽകുന്നു, PV അൻവറിന്റെ പരാതി. എന്നാൽ അതേസമയം തന്നെ DGPക്കും മുഖ്യമന്ത്രിക്കും അജിത് കുമാർ ADGPയും ഒരു പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയെല്ലാം പ്രാഥമികമായി പരിഗണിക്കുക, ആദ്യം പരിഗണിക്കുക PV അൻവറിന്റെ പരാതി തന്നെയായിരിക്കും, MLA യുടെ പരാതി തന്നെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന സൂചന. പ്രത്യേക അന്വേഷണ സംഘാംഗങ്ങൾക്ക് മുൻപാകെ മൊഴി നൽകണം എന്നതായിരുന്നു ADGPയോട് DGPയുടെ നിർദ്ദേശം. എന്നാൽ നമുക്ക് ലഭ്യമാവുന്ന സൂചന അനുസരിച്ച് ഇപ്പോൾ DGP തന്നെ നേരിട്ട് മൊഴി രേഖപ്പെടുത്തും. രേഖാമൂലം അത്തരത്തിലൊരു കത്ത് അജിത് കുമാർ നൽകി. കാരണം തന്റെ കീഴുദ്യോഗസ്ഥരായവരെ കൊണ്ട് മൊഴിയെടുപ്പിച്ചാൽ നാളെ അത് വിശ്വാസ്യതാ പ്രശ്നം വരും. നിലവിൽ പ്രതിപക്ഷം അത്തരം ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ DGP ദർവേഷ് സാഹിബ് നേരിട്ട് അന്വേഷണം നടത്തുകയും നേരിട്ട് മൊഴി രേഖപ്പെടുത്തുകയും വേണമെന്ന നിലപാട് MR അജിത് കുമാർ രേഖാമൂലം ആവശ്യപ്പെട്ടു. മറ്റൊന്ന്, ഈ മൊഴിയെടുക്കലിന്റെ ദൃശ്യങ്ങൾ വീഡിയോ പകർത്തി അത് ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടാകണം. നാളെ ഇത് കോടതിയിലോ മറ്റോ പോവുകയാണെങ്കിൽ തെളിവുകൾ ഉണ്ടാകാൻ വേണ്ടി അങ്ങനെയും ഒരു നിർദ്ദേശം, ഒരു അഭ്യർത്ഥന കത്തിൽ നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ മൊഴിയെടുക്കൽ ആരംഭിക്കും. അതിനുവേണ്ടി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിൽ, DGPയുടെ നേതൃത്വത്തിൽ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി എന്നുള്ളതാണ് നമുക്കറിയുന്നത്. ആദ്യം പരിഗണിക്കുക PV അൻവറിന്റെ പരാതി ആണ്. അതിനുശേഷമായിരിക്കും അജിത് കുമാറിന്റെ പരാതിയിലേക്ക് കടക്കുക. മൊഴിയെടുക്കൽ ഇന്ന് പ്രാഥമികമായിരിക്കും, പിന്നീട് വിശദമായ മൊഴിയെടുക്കലിലേക്ക് കടക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. റീജിത്ത്, ദീപക്, ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ വിവാദമൊക്കെ നമുക്കറിയാം. അതിനിടയിൽ DGPയുടെ റിപ്പോർട്ടിൽ ADGPക്കെതിരായ എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ അത് എത്രത്തോളം വലിയ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യം നമുക്കറിയാം.
അതിനിടയിൽ ഈ ADGPയുടെ നിലവിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ, അതുപോലെ തന്നെ അൻവറിൻ്റെ പരാതിയിൽ ഉള്ള, അത് ഒരാരോപണമല്ല, ഒരുപാട് ആരോപണങ്ങളുണ്ട്. അതിലൊക്കെ ഇനി ഒരു മാസം മുമ്പ് പുറത്തു വരാനുള്ള റിപ്പോർട്ട് കാത്തിരിക്കുന്ന ഘട്ടവുമാണ്. അതിലൊക്കെ അന്വേഷണം എത്രത്തോളം വെല്ലുവിളികൾ നിറഞ്ഞതാണ് ദീപക് ധർമ്മടം? അന്വേഷണം വലിയ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. പക്ഷേ വസ്തുതാപരമായി സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കണം, അതായത് ശാസ്ത്രീയമായ അന്വേഷണം നടക്കണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. കാരണം ഈ വിഷയത്തിൽ അൻവറിന്റെ ലക്ഷ്യം ADGPയിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളത് ഇന്നലെ, അതായത് ഇടതുമുന്നണി കൺവീനർ 24 നൽകിയ അഭിമുഖത്തിന് ശേഷം ആ അഭിമുഖത്തെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയുന്നു, ഞാൻ പരാതി രേഖാമൂലം P ശശിക്കെതിരെ നൽകിയിട്ടില്ല, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇന്നലെ ഉന്നയിച്ചത്. അപ്പോൾ ഇത് അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വസ്തുതാപരമായി നാളെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചാൽ ഒരു കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം നടത്തണം എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ തെളിവുകളിലേക്ക് കടന്ന് വസ്തുതാപരമായ അന്വേഷണം തന്നെ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് നടത്തുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. ശരി, ADGP MR അജിത് കുമാറിന്റെ മൊഴി DGP നേരിട്ട് രേഖപ്പെടുത്താൻ പോകുന്നു. അല്പസമയത്തിനകം ആ നടപടികൾക്ക് തുടക്കമാകുമെന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നിന്ന് ലഭ്യമാകുന്ന വിവരം. ചെറിയൊരു ഇടവേളയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തും ഷോർട്ട് ബ്രേക്ക്.